നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ വെട്ടുകാട് വാർഡിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ ഈ 5 വർഷം കൊണ്ട് ഈ വാർഡിലുണ്ടായ കുറച്ച് നേട്ടങ്ങൾ, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജാണ് ഈ കാണുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്താണ് ഒരു കൺവെൻഷൻ സെൻറ്റർ, എന്താ അന്താരാഷ്ട്ര നിലവാരമുള്ളൊരു കൺവെൻഷൻ സെൻറ്ററാണ്. ഏതാണ്ട് 27,000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വലിയൊരു ബിൽഡിങ്ങാണ്. ഏതാണ്ട് 25 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിന് മുന്നേ ശിവകുമാറായിരുന്നു ഇവിടുത്തെ MLA. ഈ ഭാഗങ്ങളിലൊന്നും തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. നമ്മുടെ LDF സർക്കാർ വന്നതിന് ശേഷം ടൂറിസ്റ്റിൻ്റെ കീഴിലാണ് ഇതെല്ലാം കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഈ കുറച്ച് ഏരിയ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ 5 വർഷത്തിന് ശേഷം എന്താ പറയുക, വലിയ രീതിയിൽ ഇവിടെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. നമുക്കിതിന് ഈ ചുറ്റുപാടും കാണുന്ന നമ്മളെ റോഡുകൾ കാണാം. എല്ലാം BNBC നിലവാരമുള്ള നല്ല നിലവാരത്തിലുള്ള റോഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു ഇവിടെയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ എന്താ പറയുക, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വലിയൊരു സ്വർഗ്ഗമാണ്. ഈ കാണുന്നത് കൊച്ചുവേളി LP സ്കൂളാണ്. നമ്മുടെ തീരദേശത്തിൽ ഒരുപാട് കുഞ്ഞു കുട്ടികൾ പഠിച്ചു വളരുന്ന സ്കൂളാണ്. ഇവിടെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ പലവരും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അവർക്കെന്ന് പറയാൻ നേരത്തേക്കും ഈ സ്കൂളിൽ എത്തിപ്പെടാൻ വേണ്ടി കുറേ ആൾക്കാർ നടന്നും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ MLAയുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ഒരു സ്കൂൾ വാന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നേറുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു കാര്യം. കാണുന്നത് വെട്ടുകാട് പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. മുമ്പ് നമുക്കിവിടെ എന്താ പറയുക, ഒരു 50 താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേഷ്യൻസ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണിക്ക് തുറക്കും, 1 മണിയാകുമ്പം ഇത് അടച്ചുപൂട്ടി പോകുമായിരുന്നു. അതായത് രാവിലെ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് 2 രൂപയ്ക്ക് ചികിത്സിച്ച് പോകാം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരാൾക്കൊരു പനി വരണമെങ്കിൽ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി 2000 രൂപ കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മുടെ LDF സർക്കാർ വന്ന ശേഷം ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തന സമയം. നേരത്തെ ഉണ്ടായിരുന്ന 2 സ്റ്റാഫ് നേഴ്സും ആകെപ്പാടെ ഒരു ഡോക്ടർമാരും ഉണ്ടായിരുന്നത്. ഇന്നിവിടെ 3-4 ഡോക്ടേഴ്സുണ്ട്, 4 നേഴ്സുമാരുണ്ട്, ബാക്കി അറ്റൻഡർമാരുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്ന ഒരു PSC ആണ്. നമ്മുടെ സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയൊരു നേട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് എന്താ പറയുക, സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ തീരദേശത്തുള്ള ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു ഹോസ്പിറ്റൽ വരുന്നത് ജില്ലാ ഹോസ്പിറ്റലാണ്. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലെ തിരക്കുകൾ വളരെയധികം കുറയാൻ കാരണം ഈ PHSCകളിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട്, ആർദ്രം മിഷനിൽ കൂടെ ഒരുപാട് ഹോസ്പിറ്റലുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് സ്റ്റാഫ് നേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും ഡോക്ടർമാരുടെ സ്ട്രെങ്ത് കൂട്ടുകയും ഏതാണ്ട് 2500 നേഴ്സുമാർ PSC ലിസ്റ്റിൽ നിന്ന് പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതേപോലെ ഡോക്ടേഴ്സോളം അതേപോലെ 2500 പേരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ആൾക്കാർ. ഈ PHSCകളുടെ നേട്ടം എന്ന് പറയാൻ നേരത്തേക്കും ഇവിടെ മെഡിസിൻ ഉൾപ്പെടെ ഫ്രീ ആണ്. അതായത് BP, കൊളസ്ട്രോൾ, അതായത് ഷുഗർ പേഷ്യൻസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മാസത്തെ മെഡിസിൻ, ഇൻസുലിൻ വരെ ഫ്രീ ആയിട്ടാണ് ഇവിടെ നൽകുന്നത്. ഇതൊക്കെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആൾക്കാർക്ക് ദഹിക്കുമോ? ഇൻസുലിൻ വരെ ഫ്രീ ആയിട്ട് നൽകുന്നത് വേറെ ഏത് സംസ്ഥാനത്താകട്ടെ. ഇത് നമ്മുടെ ആരോഗ്യമേഖല വലിയൊരു നേട്ടമാണ്, എടുത്തു പറയത്തക്ക വലിയൊരു നേട്ടമാണ്. കാണുന്നത് നമ്മുടെ തീരദേശത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു 148 കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയമാണ്. നമ്മുടെ ഓരോ മഴക്കാലങ്ങളിലും കടൽ കയറുമ്പം ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ പലവരും ഈ പറഞ്ഞവർ പല സ്ഥലങ്ങളിലും അഭയം പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സർക്കാർ വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, അവിടെ എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടുന്ന ഒരു സർക്കാരാണ് നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന LDF സർക്കാർ. നമുക്ക് മത്സ്യത്തൊഴിലാളികളെ ഓക്കി വന്ന സമയത്തും ഈ പറഞ്ഞ മാതിരി കൊറോണയും നിപ്പയും എല്ലാം വന്ന സമയത്തും എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് LDF സർക്കാർ. നമുക്ക് ഇനി അടുത്ത LDF സർക്കാരല്ലേ വരേണ്ടത്? അതോ വർഗീയ മാത്രം പറയുന്ന BJPയും 24 മണിക്കൂറും തള്ളും പൊട്ടക്കളത്തണവും പറഞ്ഞ് നടക്കുന്ന ശവം തിന്നികളായ UDF ആണ് വരേണ്ടതെന്ന് ഇനി 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുന്ന പ്രബുദ്ധരായ മലയാളികൾ തന്നെ തീരുമാനിക്കണം ഇവിടെ ആരാണ് ഇനി വരേണ്ടതെന്ന്. ഈ കാണുന്നത് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പപ്പട നിർമ്മാണ ഒരു ചെറിയൊരു കമ്പനിയാണ്. നമുക്കിനി കേരളത്തിനകത്ത് എല്ലാവർക്കും ഈ കമ്പനിയിൽ നിന്നാണ് ഇനി പപ്പടം സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫാക്ടറി ശരിക്കും പറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഈ പ്രാദേശികമായ ഒരു 10-100 പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു ജോലി സാധ്യത ഉണ്ടായിരിക്കും. നമ്മളിതെല്ലാം കണ്ടു വരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നൊരു വാർഡ് പ്രദേശമാണ്. ഈ പ്രദേശത്തിനുള്ളിൽ തന്നെ 5 വർഷത്തിനുള്ളിൽ നിരവധി പ്രവർത്തനങ്ങളും നിരവധി വികസനങ്ങളും നമ്മളിപ്പോൾ കണ്ടു. നമ്മളിതിന് മുന്നേ കാണിച്ചതുപോലെ എന്തോരം സംഭവങ്ങൾ അവർ നടന്നത്. അത് ഏകദേശം സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓരോ വികസന പ്രവർത്തനം, ആരോഗ്യ മേഖലയായിരുന്നാലും ടൂറിസം ആയിരുന്നാലും മറ്റുള്ള ഈ പറഞ്ഞ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ഇതിനിടയിൽ കണ്ടു. നമ്മുടെ വികസന വിരോധികളായ കോൺഗ്രസ്സുകാർ ഇതൊക്കെ കണ്ണു തുറന്ന് കാണണം. ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ഇതൊക്കെ കണ്ടു നോക്ക്. ജനങ്ങൾക്കും ഒന്ന് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് ഇന്നിപ്പം പോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ നിരവധി പ്രവർത്തനങ്ങൾ തൊട്ടടുത്തുള്ള വാർഡുകളിലും
നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെയും പോയാൽ പല പല വീഡിയോകൾ എടുക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. ഇതേപോലെ ഇനി ഒരുപാട് സംരംഭങ്ങളും ഒരുപാട് പ്രോജക്റ്റുകളും ചെയ്യണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ട്. അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് തുടർഭരണം ഉണ്ടാകണം. ഇതിനാണ് നമ്മൾ തുടർഭരണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, കേരളത്തിന് പിന്നോട്ടടിക്കാനല്ല. നമ്മളെ BJPക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ UP-നെയും ഉത്തർപ്രദേശിനെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഉത്തർപ്രദേശിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ്? അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് 1200 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇന്നൊരാളുടെ വരുമാനം എത്ര? 300 രൂപ. 300 രൂപയ്ക്ക് അവിടെ ജോലി ചെയ്യും. ആ ജോലി ഇവിടെ വരുമ്പോൾ 1200 രൂപ. കേരളം അവർക്ക് സ്വർഗ്ഗമാണ്. നമ്മൾ എന്നിട്ട് ബിൽഡപ്പിന് വേണ്ടി പറയുന്നുണ്ട്, ചുമ്മാ തള്ളടിക്കുകയാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്? അവിടെയൊന്നും ഒന്നും നടക്കുന്നില്ല. വികസനങ്ങൾ കംപ്ലീറ്റ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ബംഗാളി നിർത്തിയിട്ട് ചോദിച്ചാൽ മതി, കേരളവും UP-യും തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചാൽ മതി. അവർ പറയും കേരളം സ്വർഗ്ഗമാണ്, ആ സ്വർഗ്ഗം. ഇത് നമ്മുടെ കൊച്ചുവേളി പള്ളിയുടെ അടുത്തുള്ള സെൻറ്റ് ജോസഫ് ലൈബ്രറിയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു ഒരു ലൈബ്രറി ഇവിടെ ഉണ്ടാകുക. നമ്മുടെ പഴയ MLA എടുത്ത് പല പ്രാവശ്യവും പറഞ്ഞിട്ട് പുള്ളി ഒരു മൈൻഡും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആൻ്റണി രാജു MLA വന്നതിന് ശേഷം 2023 MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഈ ലൈബ്രറി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുനിലയുള്ള ഒരു വലിയൊരു ലൈബ്രറിയാണ്. ഇവിടുത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാവരുടെയും വായനശീലം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ഇത് നല്ല ഗംഭീരമായിട്ട് ഇത് പോകുന്നു. ഇതൊരു വികസന നേട്ടമാണ് സർക്കാരിൻ്റെ. നമ്മൾ ഇനി അടുത്ത വികസന നേട്ടത്തിലേക്ക് പോയാലോ? തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ദേവാലയമാണ് വെട്ടുകാട് ചർച്ച്. നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ഒരുപാട് ആൾക്കാർ നിരന്തരം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ എല്ലാവരുടെയും ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ എടുക്കാനോ ഒന്നും ഇവിടെ വേറെ സ്ഥലമേ ഇല്ല. ഈ ചുറ്റുപാടൊന്നും ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ലോഡ്ജോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വർഷങ്ങളായി പള്ളിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ LDF സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ ടൂറിസവുമായി നമ്മുടെ മിനിസ്റ്ററുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായി പള്ളിക്കാർ ഈ കാണുന്ന കമ്മ്യൂണിറ്റി സെൻറ്ററിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുകയും സർക്കാർ ചിലവിലാണ് ഈ ബിൽഡിംഗ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു 3-4 നിലയുള്ളൊരു ബിൽഡിങ്ങാണ് കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിരവധി റൂമുകളുണ്ട്, ഒരു ചെറിയ ഹോട്ടലുണ്ട്, ആൾക്കാർക്ക് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് അത്യാവശ്യം ദേവാലയവും സഞ്ചരിച്ച് തിരുവനന്തപുരം ജില്ലയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ. ഇത് നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള എന്താ പറയുക, ഈ വാർഡിൻ്റെ വലിയൊരു നേട്ടമാണ്. ഇതിനും LDF സർക്കാരിൻ്റെ ഒരു പൊൻതൂവലാണ്.